കരിവേലിപ്പടി മഹാരാജാസ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും തെരുവ് നായ്ക്കളുടെ ഭീഷണിയിൽ. കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ തോപ്പുംപടി സ്വദേശി റഫീഖിനെ 10ഓളം വരുന്ന തെരുവ് നായ്ക്കളാണ് ആക്രമിച്ചത്. പെട്ടെന്ന് വീണുപോയ തന്റെ പിൻഭാഗത്തുൾപ്പെടെ ചതവുകളുണ്ടെന്നും തന്റെ ഭാഗ്യം കൊണ്ടാണ് നായ്ക്കളുടെ കടിയേൽക്കാതെ രക്ഷപ്പെട്ടതെന്നും റഫീഖ് മെട്രോ 7 ന്യൂസിനോട്. കരിവേലിപ്പടി മഹാരാജാസ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്നവരെ കാത്തിരിക്കുന്നത് തെരുവ് നായ്ക്കളുടെ കൂട്ടം. കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തി അഡ്മിറ്റായ കൊച്ചി തോപ്പുംപടി സ്വദേശി റഫീഖിനെ ആശുപത്രി കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ 10ഓളം വരുന്ന നായ്ക്കൾ ആക്രമിച്ചു. പെട്ടെന്ന് വീണുപോയ തന്റെ പിൻഭാഗത്തുൾപ്പെടെ ചതവുകളുണ്ടെന്നും തന്റെ ഭാഗ്യം കൊണ്ടാണ് നായ്ക്കളുടെ കടിയേൽക്കാതെ രക്ഷപ്പെട്ടതെന്നും അദ്ദേഹം മെട്രോ 7 ന്യൂസിനോട് പറഞ്ഞു. ഒന്ന് ജസ്റ്റ് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ പട്ടികൾ ഒരുപാട് ആ മൂലകൾ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ചും കൂടി മുമ്പോട്ട് ഇറങ്ങിയപ്പോഴാണ് കുറേ പട്ടികൾ, അതായത് ഞാൻ ഒങ്ങിന്ന് തന്നെ ഇത് എത്രണ്ണുണ്ടെന്ന് തന്നെ ഞാൻ എണ്ണയും ചെയ്ത് ഒരു 10 പട്ടികൾ എൻ്റെ മുമ്പിൽ അന്ന് നിൽക്കുന്നത് ഞാൻ വിറച്ചു പോയിട്ട് അങ്ങനെ ഞാൻ തിരിച്ച് ബേക്കിലേക്ക് കടന്നു കഴിഞ്ഞിട്ട് ഞാൻ അപ്പം ഈ പ്രഷർ ഇപ്പോൾ ഉള്ളതിട്ട് എനിക്ക് ആകെ ഒരു പ്രളവരോഷം കയ്യിലിരുന്നു. ഇവിടെയൊക്കെ ഇതാണ് ഞാൻ ബേക്കടിച്ച് വീണ്, ഇതൊക്കെ ഇതിൻ്റെ പാടാണ്. ബേക്കടിച്ച് വീണതാണ് ഞാൻ. അടിച്ചു വീണപ്പോൾ തന്നെ ഈ പട്ടികളെല്ലാം വന്നിട്ട് നേരെ വന്നിട്ട് ചെയ്യണമെന്ന് പറയും. എൻ്റെ ഈ എൻ്റെ ചെരുപ്പ് ഉണ്ടായ പഴയ ചെരുപ്പ്, ആ ചെരുപ്പെല്ലാം വലിച്ച് അതിങ്ങനെ കടിച്ചോട്ട് അങ്ങോട്ട് നീങ്ങി. അതേപോലെ ബേക്ക് തിരിഞ്ഞപ്പോഴും വേറൊരു പട്ടി വന്നിട്ട് നേരെ വന്ന് ഈ കോളറിൽ പിടിച്ചിട്ട് ഇങ്ങനെ അതായത് എൻ്റെ ബോഡി ടച്ച് ചെയ്തിട്ടില്ല, ഇത് പിടിച്ച് വലിച്ചാണ്. ഞാൻ എന്തോ ദൈവത്തിൻ്റെ ഒരു ഇതുകൊണ്ട് നേരെ രക്ഷപ്പെട്ടെന്നാണ് എനിക്ക് തോന്നണം. ഏക്കർ കണക്കിന് സ്ഥലം കാട് പിടിച്ച് ഉപയോഗശൂന്യമായി തെരുവ് നായ്ക്കളുടെയും പാമ്പുകളുടെയും കേന്ദ്രമായി തീർന്നിരിക്കുകയാണ്. മോർച്ചറി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ പോലും ഉപയോഗിക്കാതെ കെട്ടിടങ്ങൾ കാട് പിടിച്ച് നശിച്ച നിലയിലാണെന്നും ഇത് അടിയന്തരമായി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ മാറ്റണമെന്നും പൊതുപ്രവർത്തകനായ ഷമീർ വളവത്ത് ആവശ്യപ്പെട്ടു. കരിവേൽപ്പടിയിൽ ഏക്കർ കണക്കിന് സ്ഥലമാണ് കരിവേൽപ്പടി ഹോസ്പിറ്റലിൽ ഉള്ളത്. പക്ഷെ ഇതൊന്നും നല്ല രീതിയിൽ പ്രവർത്തിക്കാത്തതുകൊണ്ട് ഇവിടെയുള്ള ജനങ്ങൾക്ക് വളരെയേറെ പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നു. കാരണം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ സമീപിക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഇതിൻ്റെ അധികാരികളും ഇവിടുത്തെ സൂപ്രണ്ടും ഇവിടുത്തെ ജനപ്രതിനിധികളും ശരിക്കും ഈ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഹോസ്പിറ്റൽ നല്ല രീതിയിൽ പ്രവർത്തനപരമായിട്ട് ആക്കി കൊടുത്താൽ വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ഹോസ്പിറ്റലാണ്. പക്ഷെ ആരും ഇതിൽ ശ്രദ്ധിക്കാതെ ഇത് നാശിനി നാരായണക്കല്ലായി കിടക്കുന്ന ഒരു സാഹചര്യം നിലവിൽ ഇപ്പോൾ സൂപ്രണ്ടിനോട് സംസാരിക്കുമ്പോഴും സൂപ്രണ്ടിന് ഇതൊന്നും സംസാരിക്കാനുള്ള സമയമില്ല. ഇത് മൊത്തം ചുറ്റുപാടുകളിലും പൊളിഞ്ഞു കിടക്കുന്നു. ഇഴജന്തുക്കളും പട്ടികളുടെയും ധാരാളം ഇതിൻ്റെ അകത്ത് വന്ന് കയറി കുടിയുറപ്പിച്ചേക്കണം. ഇപ്പോൾ ഒരു മൃഗാശുപത്രി പോലത്തെ അവസ്ഥയിലാണ് കിടക്കുന്നത്. ആശുപത്രി അധികാരികളുടെ തെറ്റായ നിലപാടുകളിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികളും പൊതുപ്രവർത്തകരും കൊച്ചി നഗരസഭാ കൗൺസിലർ കവിത ഹരികുമാറിന്റെ നേതൃത്വത്തിൽ ആശുപത്രി സൂപ്രണ്ടിനെ കണ്ട് പ്രതിഷേധം അറിയിച്ചു. നമുക്ക് ഇവർ കെട്ടുകാർ വന്നിട്ട് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്ത് പോകുന്നുണ്ട്, തിരിച്ച് പെയിന്റ് അടിച്ചുകൊണ്ട് വിടുന്നുണ്ട്. പക്ഷേ ഒരു ഹോസ്പിറ്റൽ പോലെയുള്ള ഒരു സ്ഥലത്തേക്ക് തിരിച്ച് ഇവരെ കൊണ്ടുവിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ രീതിയല്ല. ഈ ഹോസ്പിറ്റലിലൊരു കോമ്പൗണ്ട് വാളില്ല. ആ കോമ്പൗണ്ട് വാള് പുനർനിർമ്മിക്കാനും ഇവിടെ കിടക്കുന്ന ഈ പരിസരം നല്ല ശുചീകരണം നടത്തിയിട്ട് എല്ലാ നായ്ക്കളടക്കമുള്ള എല്ലാ ക്ഷുദ്രജീവികളെയും ഇതിനകത്ത് മലമ്പാമ്പ് ഉൾപ്പെടെയുള്ള ഉണ്ട്. അപ്പോൾ അതുങ്ങളൊക്കെ ഇവിടുന്ന് മാറ്റിക്കൊണ്ട് ഈ പരിസരം നല്ല രീതിയിൽ ശുചീകരിച്ചുകൊണ്ട് നായ്ക്കുട്ടികളെ ഇതിനകത്ത് കടക്കാത്ത വിധം അവിടെ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമാണ് ഈ ഹോസ്പിറ്റലിലെ ഇന്നത്തെ അവസ്ഥയിൽ ഏറ്റവും നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. ഷമീർ വളവത്ത്, ഷുഹൈബ് MS, സനിൽ ഈസ, R ബഷീർ, MB അഷറഫ്, രാജേഷ്, ഷീജ സുധീർ, ജാസ്മിൻ റഫീഖ്, ഷാഹി നൈന, ഷിഹാബ് PH, ഹരികുമാർ, ജോൺ ഗോഡ്വിൻ റോഷൻ, അഷറഫ്, ജാസ്മിൻ കൊച്ചാങ്ങാടി തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ഇവിടെ ഈ ഹോസ്പിറ്റലിൽ ഇതിക്ക് മുമ്പും പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ സ്റ്റാഫിനെ തന്നെ പട്ടി വലിച്ചു കയറി എറണാകുളം ഹോസ്പിറ്റലിൽ ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ മേഡം നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും ഈ മേഡത്തിൻ്റെ ഭാഗത്തു നിന്ന് പാവത്തുങ്ങളായ ജനങ്ങൾക്ക് ഒരു ആനുകൂല്യം ലഭിക്കുന്നില്ല. ഇവിടെ നമ്മൾ ആരോഗ്യമുള്ള ആൾക്കാരല്ലല്ലോ ഈ ഹോസ്പിറ്റലിൽ വന്നത്, ആരോഗ്യമില്ലാത്ത ആൾക്കാരാണ് ഹോസ്പിറ്റലിൽ വന്നത്. കുഞ്ഞുങ്ങൾ തൊട്ട് 60 വയസ്സ് 80 വയസ്സുള്ള പ്രായമായ ആൾക്കാർ വരെയാണ് ഈ ഹോസ്പിറ്റലിൽ സന്ദർശിക്കണം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി. 1008 ജംഗ്ഷൻ, അരൂക്കുറ്റി, വടുതല.